ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ സഹായിക്കാൻ ഫിഫ ഇടപെടുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി പരിശീലകൻ ലയണൽ സ്കലോണി രംഗത്ത്. ടീമിന്റെ വിജയങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനലിന് മുന്നോടിയായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സ്കലോണി നിലപാട് വ്യക്തമാക്കിയത്. ഇത് പുതിയ കാര്യമല്ല. ഞങ്ങൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എപ്പോഴുമുണ്ട്. 1986-ൽ അർജന്റീന ലോകകപ്പ് നേടിയപ്പോഴും ഇതേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇതിന് വലിയ മാറ്റമൊന്നുമില്ല, സ്കലോണി പറഞ്ഞു. അർജന്റീനയെ വീഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ ലോകകപ്പ് വിജയത്തിനു ശേഷം വർദ്ധിച്ചിട്ടുണ്ടെന്നും ടീമിനെ മാനസികമായി തളർത്താൻ ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈജിപ്ത് മത്സരവും വിവാദങ്ങളും. ഈജിപ്തിനെതിരായ പ്രീക്വാർട്ടർ പോരാട്ടത്തിനു പിന്നാലെയാണ് വിവാദങ്ങൾ കൂടുതൽ ശക്തമായത്. 79-ാം മിനിറ്റ് വരെ 2 ഗോളിനു പിന്നിൽ നിന്ന അർജന്റീന അവസാന നിമിഷങ്ങളിൽ അവിശ്വസനീയമായി തിരിച്ചുവന്ന് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ മത്സരത്തിലെ റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഈജിപ്തിന്റെ ഗോൾ നിഷേധിച്ചതും അർജന്റീനയ്ക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ വന്നതും വലിയ ചർച്ചയായി. മത്സരശേഷം റഫറിയുടെയും മറ്റ് ബാഹ്യശക്തികളുടെയും ഇടപെടലുകൾ ഫലത്തെ സ്വാധീനിച്ചു എന്ന് ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ ആരോപിച്ചിരുന്നു. സംഭവത്തിൽ ഈജിപ്ത് ടീം ഫിഫയ്ക്ക് ഔദ്യോഗികമായി പരാതിയും നൽകി. സ്കലോണിയുടെ മറുപടി. മെസ്സിയുടെ ജനപ്രീതി മുതലെടുക്കാൻ ഫിഫയും സ്പോൺസർമാരും ശ്രമിക്കുന്നുവെന്ന വാദങ്ങളെ സ്കലോണി പൂർണ്ണമായും തള്ളി. VAR സംവിധാനത്തിന് ഇത്തരം അട്ടിമറികൾ നടത്താൻ കഴിയില്ലെന്നും ലോകകപ്പ് തുടങ്ങും മുൻപേ നിശ്ചയിച്ച നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്നും സ്കലോണി കൂട്ടിച്ചേർത്തു. അർജന്റീനയുടെ കഠിനാധ്വാനത്തെ ഇത്തരം വിവാദങ്ങൾ കൊണ്ട് ചെറുതാക്കാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അർജന്റീൻ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്.